Hey everyone, so welcome to our YouTube channel. Yes, അങ്ങനെ നമ്മൾ നാട്ടിലെത്തിയിട്ടുണ്ട്, കൊച്ചിയിലെത്തിയിട്ടുണ്ട്. ഈസ്റ്ററിൻ്റെ ഒക്കെ അവധിയും അതിൻ്റെ കൂടെ തന്നെ എനിക്കൊന്ന് ഓഫീസിൽ പോകേണ്ട ആവശ്യവും അങ്ങനെ എല്ലാം കൂടെ വിഷുവിന് മുന്നത്തെ ഒരു വരവാവട്ടെ എന്നൊക്കെ കരുതിയിട്ട് ഞങ്ങൾ എന്തായാലും April 3 വീട്ടിൽ വന്നു. ഇനി നെക്സ്റ്റ് ഒരു സൺഡേ ഒക്കെ ആകുമ്പോഴത്തേക്കും തിരിച്ചു പോകണം. വരുമ്പോഴത്തേക്കും ഞാൻ തിരിച്ചു പോകണ കാര്യമല്ലേ പറയണേ. എന്താവട്ടെ, ഞങ്ങൾ വന്നു, കുളിയൊക്കെ കഴിഞ്ഞു, ജാനി ഒന്ന് ഫ്രഷൊക്കെ ആയി. ഇതാ നമ്മുടെ ചെറിയ ആളുടെ കൂടെ കളി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ ഇത് ഞാൻ ഒരാഴ്ച വീട്ടിൽ നിന്നപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ച കുറേ ബിറ്റ്സ് ആൻഡ് പീസസ് ആയിട്ടുള്ള എല്ലാം കൂടെ മെർജ് ചെയ്തിട്ടുള്ളൊരു വ്ളോഗാണ്. എന്തായാലും വന്ന അന്ന് തന്നെ അമ്മ ചക്കപ്പുഴുക്കൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു വന്ന അന്നത്തെ വൈകുന്നേരത്തെ കാഴ്ചകൾ. ഈവനിങ് ആകുമ്പോഴത്തേക്കും ചെടി നനയ്ക്കാറാകുമ്പോഴത്തേക്കും ഒരാൾക്ക് വെള്ളത്തിൽ കളിക്കലും ഫുഡ് കഴിക്കലും ഒക്കെ ആയിട്ട് അങ്ങനെ പോയി ആ ദിവസം. ഇത് അടുത്ത ദിവസം സാറ്റർഡേ ഞാൻ പോയി മുടി വെട്ടി. അതിൻ്റെ വ്ളോഗ് ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ട്രൈബ് സലൂൺ ആലുവയിലാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. മുടി വെട്ടി വന്നിട്ട് ജാനിയായിട്ട് പയ്യെ ഞാൻ റോട്ടിൽ നടക്കാൻ പോയി. മുത്തച്ഛടെ കാറല്ലേ? സൺഡേ ആയപ്പോഴത്തേക്കും എന്തായാലും എനിക്കും ചേട്ടനൊന്നും ജോലിയില്ല, എല്ലാവരും ലീവാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തോട്ടുവ അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിൽ പോയി തൊഴുതിറങ്ങി. അതിൻ്റെയും സെപ്പറേറ്റ് വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ കണ്ടു നോക്കും കേട്ടോ. അങ്ങനെ രാവിലത്തെ അമ്പല ദർശനമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഈസ്റ്റർ ആഘോഷിക്കാൻ പോയി. ഞാനും ചേച്ചിയും അമ്മുവും ചേട്ടനും ചേട്ടൻ്റെ ഫ്രണ്ട്സും അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു നമുക്ക് ഈസ്റ്ററിന് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. റിജോജൻ്റെ മോളുടെ ആദ്യത്തെ ഈസ്റ്റർ ആയിരുന്നു. അതൊരു നല്ല സ്പെഷ്യൽ ദിവസമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ആദ്യമൊക്കെ ജാനി അവിടെ ചെന്നപ്പോൾ ഭയങ്കര വാശിയായിരുന്നു, പരിചയക്കേടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ജാനി സെറ്റായിരുന്നു. ഇതാട്ടോ നമ്മുടെ കുഞ്ഞിപ്പെണ്ണ്. ഞങ്ങളങ്ങനെ ഒരു ഹെവി ലഞ്ചൊക്കെ കഴിഞ്ഞിരുന്നപ്പോഴത്തേക്കും ചേട്ടൻ ഞങ്ങൾക്ക് കുറച്ച് ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ട് വന്നു. അപ്പോൾ ജാനി ഐസ്ക്രീം കണ്ടപ്പോഴത്തേക്കും പയ്യെ പയ്യെ ടേസ്റ്റൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഈസ്റ്ററൊക്കെ ആഘോഷിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് വീട്ടിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. കാരണം ഇനി വീട്ടിൽ ചെന്നിട്ടും കുറച്ച് പരിപാടികൾ നമുക്ക് പെൻഡിങ് ആണ്. ഒരു ഹാപ്പി ഈസ്റ്റർ പറയോ? ഹാപ്പി ഈസ്റ്റർ പറയോ? നീ ഇന്ന് വൈകുന്നേരം വരെ ഉമ്മ കൊടുത്തല്ല, അത് തിരിച്ചു വന്നോണ്ടിരിക്കും. ഉമ്മ ബാ, ഉമ്മാരാന്ന് ബാ. പ്രിൻസസ് കിസ് കൊടുത്തോ. അങ്ങനെ ഞാൻ നാട്ടിൽ വന്നതിൻ്റെ ഉദ്ദേശം എനിക്ക് മൺഡേ ഒന്ന് ഓഫീസിൽ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഒന്ന് രണ്ട് ഷോപ്പിങ്ങിന് കാര്യമൊക്കെ ആയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് പുറത്തു വന്നു. വളരെ ചുരുക്കമാണ് അച്ഛനും അമ്മയും ഞാനും ചേട്ടനും എല്ലാവരും കൂടെ പുറത്ത് വരണത്. അപ്പോൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ട് കാക്കനാടുള്ള ഞങ്ങളുടെ സ്ഥിരം സ്പോട്ടായിട്ടുള്ള ഹോയ് പഞ്ചാബിൽ വന്ന് ചെറിയ ഡിന്നറൊക്കെ കഴിച്ചു ഞങ്ങൾ. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞാൻ റെഡിയായി ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട്. ഇതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ദിവസമായിരുന്നു. കാരണം എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഞാൻ ജാനീനെ ഫുൾ ഡേ മാറി നിൽക്കുകയാണ് ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട്. എനിക്ക് വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് ഞാനങ്ങനെ അത്രയും നേരമൊന്നും ജാനീൻ്റെ അടുത്തൊന്നും മാറി നിൽക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ ലൈഫ് ഹാപ്പൻസ് എന്ന് പറയണ പോലെ ആകെ ഒറ്റ ദിവസത്തേക്ക് മാത്രം പോയാൽ മതിയായിരുന്നു. പക്ഷേ അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ദിവസമായിരുന്നു. കാരണം അവളെങ്ങനെ ഇരിക്കും, ഇങ്ങനെ മാനേജ് ചെയ്യും. കാര്യം എന്നെക്കാളും നന്നായിട്ട് നോക്കുന്ന അമ്മാമ്മയുടെയും മുത്തച്ഛയുടെയും അമ്മായിയുടെയും എല്ലാവരുടെയും കൂടെയാണ് ജാനി ഉണ്ടായിരുന്നത്. അമ്മ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അവളുടെ വീഡിയോസൊക്കെ അയച്ചു തരുന്നുണ്ടായിരുന്നു, അവൾക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട്.
അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഓഫീസിൽ നിന്നൊരു ബ്രേക്കൊക്കെ എടുത്ത് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ അതാ ജാനി ഉറങ്ങിയപ്പോഴത്തേക്കും വീട്ടിൽ ഉച്ചയായപ്പോഴത്തേക്കും ലഞ്ചൊക്കെ കഴിച്ചു. ബാക്കി കുറച്ച് വർക്കൊക്കെ തീർത്ത് നൈറ്റ് 7 o'clock ആയപ്പോഴത്തേക്കും ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി. ഏട്ടൻ്റെയും വർക്ക് അപ്പോഴത്തേക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്ക് അൽത്താസ് കയറിയിട്ട് വീട്ടിലേക്ക് കുറച്ച് പാഴ്സൽ വാങ്ങിക്കാൻ എഴുതിയിട്ട് 2 ഷവർമ ഒക്കെ ഓർഡർ ചെയ്തു. അച്ഛ ഷവർമ കഴിക്കില്ലാത്തതുകൊണ്ട് അച്ഛയുടെ ഫേവറേറ്റ് വാഫിൾ ഓർഡർ ചെയ്തു. വാഫിൾ വരുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും ഒരു കോഫി എല്ലാം കുടിച്ചിരുന്നു. അങ്ങനെ നേരെ ഞങ്ങൾ വീട്ടിൽ. അടുത്ത ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും വെക്കേഷൻ സമയമാണല്ലോ, ജാനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ. അവരെല്ലാവരും കളിക്കാൻ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഡേ എനിക്കൊന്ന് പോസ്റ്റ് ഓഫീസിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ജോലിക്ക് കയറി ഉച്ചയ്ക്കത്തെ ലഞ്ചൊക്കെ കഴിച്ചു നല്ലപോലെ. പിന്നെ ജാനി വീട്ടിലുള്ളത് കാരണം എല്ലാ ചുറ്റുവട്ടത്തുള്ള കുട്ടികളും വീട്ടിലുണ്ടാവും. ഞാൻ ജാനിനെ പോലെ തന്നെ എൻ്റെ സ്വന്തമായിട്ട് വളർത്തിയ ഒരാളിതാ ഇപ്പോൾ ജാനിനെ കയ്യിൽ വെച്ചിട്ട് ജാനിക്ക് പാട്ട് പാടി കൊടുക്കുകയാണ്. ഓഫീസിലെ വർക്കാണെങ്കിൽ ഇപ്പോൾ തീരെ സമയമില്ല എന്നുള്ള രീതിയിൽ ഭയങ്കര ഹെക്റ്റിക്കാണ്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കുറച്ച് ചാമ്പയ്ക്കൊക്കെ കിട്ടിയിട്ടുണ്ട് സ്നാക്സ് ആയിട്ട് കഴിക്കാൻ. ഇത്തവണ വീട്ടിലുള്ളപ്പോൾ ഇവനും കൂടെ ഉള്ളത് കാരണം എനിക്ക് ഭയങ്കര എന്താ പറയുക ടൈം പാസ്സായിരുന്നു. ഒന്നില്ലെങ്കിൽ ജാനി അല്ലെങ്കിൽ ഇവൻ, രണ്ടുപേരിൽ ആരെങ്കിലും ഇങ്ങനെ എടുത്തുകൊണ്ട് കിടക്കലായിരുന്നു എൻ്റെ. വൈകിട്ടായി കഴിഞ്ഞാൽ നമ്മുടെ റോഡിൻ്റെ മുന്നിൽ നമ്മുടെ ആ ഏരിയയിലുള്ള എല്ലാ കുട്ടികളും ഇതുപോലെ കളിക്കാൻ വേണ്ടി കൂടും. അതിൻ്റെ ഇടയിലേക്ക് ഋത്തുവിനെയും ജാനിനെയും കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ പിള്ളേർ ചുറ്റും അവരുടെ അടുത്തായിരിക്കും. കോഴിക്കോടുള്ളപ്പോൾ ജാനിക്ക് ഇത്രയും ചീച്ചുമാരെയും ചേട്ടന്മാരെയും ഒന്നും ഒന്നിച്ച് കാണാൻ പറ്റാറില്ല. അമ്മ അപ്പോൾ പിള്ളേർക്ക് ഓലയൊക്കെ പറിച്ചിട്ട് ഓലപ്പന്ത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു ട്രയൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നേരം ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പിന്നെ കുറച്ചൊരുന്ന് പുറത്തിറങ്ങാമെന്ന് തോന്നുമ്പോൾ വൈകിട്ടാവുമ്പോൾ ഞാൻ പിള്ളേരെ കൊണ്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്നതാണ്. തിരിച്ചു പോയിട്ട് എനിക്ക് ഇനിയും ജോലിയുണ്ട്. അങ്ങനെ പിള്ളേർ കളിച്ചുകൊണ്ട് നിന്നപ്പോൾ വേഗം തന്നെ കിച്ചു വരച്ച പടം എന്ന് പറഞ്ഞിട്ട് കൊണ്ട് കാണിച്ചതാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഉറങ്ങുന്നേക്ക് മുന്നേ ജാനി മുത്തച്ഛൻ്റെ കൂടെയുള്ള സ്ഥിരം കളികൾ, പൊട്ടുതൊടിക്കലും മുടി ജീവലും ഒക്കെ ആയിട്ട് അങ്ങനെ ആ ദിവസം കഴിഞ്ഞു. അടുത്ത ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും ഞാൻ വന്നു കഴിഞ്ഞാൽ ചുറ്റുമുള്ള അമ്പലങ്ങളിലൊക്കെ എന്തായാലും ഒന്ന് പോകാറുണ്ട്. ഇത്തവണ പോകാൻ വൈകി. അപ്പോൾ അടുത്ത ദിവസം രാവിലെ ആയപ്പോൾ ഞാൻ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാ അമ്പലങ്ങളിലും ഒന്ന് ഓടിപ്പോയിട്ട് വന്നു. വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞങ്ങൾ നേരെ തൃപ്പൂണിത്തുറയ്ക്ക് പോയി. തൃപ്പൂണിത്തുറയിൽ കുറച്ച് വിഷു സംബന്ധമായ ഷോപ്പിങ്ങുകൾ ഉണ്ടായിരുന്നു എനിക്ക് കോഴിക്കോട് വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട്. അന്ന് തന്നെയായിരുന്നു ഇലക്ഷൻ. ഞാനിതിൻ്റെ ഇടയിൽ ഇലക്ഷന് വേണ്ടിയിട്ട് വോട്ട് ചെയ്യാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഫോൺ കൊണ്ടുപോകാത്തതുകൊണ്ട് അതിൻ്റെ ഒന്നും വീഡിയോസ് എടുത്തില്ല. കൂടാതെ നമ്മൾ 2 പിള്ളേരും കൃഷ്ണന്മാരായിട്ട് റെഡിയാക്കി ആ ഫോട്ടോസും എല്ലാം എടുത്തു. ഇതിൻ്റെയൊക്കെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങൾ തൃപ്പൂണിത്തുറയിലെത്തി. ആദ്യം തന്നെ ഒരു ചെറിയ സ്നാക്സൊക്കെ കഴിച്ചിട്ടാവാന്ന് കരുതിയിട്ട് ഇഡ്ഡലിക്കടയിൽ കയറിയിട്ട് ഞങ്ങൾ 2 വെറൈറ്റി ഇഡ്ഡലി എല്ലാം കഴിച്ചിട്ട് നേരെ കുറച്ച് സാധനങ്ങളെല്ലാം ഷോപ്പ് ചെയ്തു. പിന്നെ തൃപ്പൂണിത്തുറ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പൂർണ്ണത്രേശ്വരം കാണാണ്ട് ഇങ്ങനെ തിരിച്ചു വരിക. അങ്ങനെ നേരെ അമ്പലത്തിലേക്ക് പോയി. അത് കഴിഞ്ഞ് വീണ്ടും രാജധാനിയിലേക്ക് വന്നിട്ട് ഒരു ലൈം ജ്യൂസ് ഒക്കെ കുടിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അങ്ങനെ നെക്സ്റ്റ് ഡേ ജാനിയുടെ വീട്ടിലാക്കിയിട്ട് ഞാനൊന്ന് തൊട്ടടുത്ത് പാർലറിൽ പോയി കുറച്ച് മെയിൻ്റനൻസ് ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ യൂഷ്വൽ ക്ലീനപ്പ്, പെഡിക്യൂർ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് ജാനിക്കൊരു അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു രാജഗിരിയിൽ. ഇങ്ങനെ ഒരു 2-3 months കൂടുമ്പോഴൊക്കെ നാട്ടിൽ വരുമ്പോൾ ഇതുപോലൊരു റുട്ടീൻ ചെക്കപ്പ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകാറുള്ളത്. അവിടെയാണ് ഞാൻ കൂടുതലും കാണിച്ചിട്ടുള്ളതും. ഞങ്ങൾ രണ്ടാരും അറ്റ്ലീസ്റ്റ് ഞങ്ങളുടെ ഫാമിലിയിലെ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ രാജഗിരിയിലെ സ്നാക്സിൻ്റെ എല്ലാം ഫാനാണ്. പിന്നെ ഈ ബോൾ ഗ്രേപ്സ് അതും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒന്നാണ്. അപ്പോൾ എപ്പോൾ വന്നാലും അത് വാങ്ങി കഴിക്കാറുണ്ട്. അതെല്ലാം കഴിഞ്ഞ് സന്ധ്യ ആയപ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ 2 ഫ്രണ്ട്സിൻ്റെ പുതിയ വീടും കാണാൻ പോയി. അങ്ങനെ നാട്ടിലുണ്ടായിരുന്ന ഒരാഴ്ച വേഗം കഴിഞ്ഞു കിട്ടി. ഞങ്ങളിതാ തിരിച്ച് പോവുകയാണ് നേരെ കോഴിക്കോടേക്ക്. ഉച്ചയ്ക്ക് റഹ്മത്തുനിന്ന് നല്ലൊരു ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ഇനി നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ഞങ്ങളുടെ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഞങ്ങളിങ്ങ് പോന്നപ്പോൾ ഈ ആൾ അമ്മുനെ ഞങ്ങളിന്ന് കൂട്ടിയിട്ടുണ്ട് കേട്ടോ.